Hello dear students, welcome back. Birla Institute of Technology and Science, Pilani, BITS Pilani എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പിലാനിയിൽ മാത്രമല്ല, പിലാനി എന്ന് പറയുന്നത് രാജസ്ഥാനിലൊരു സ്ഥലമാണ്. അവിടെയാണ് മെയിൻ ക്യാമ്പസ്. 1929 സ്റ്റാർട്ട് ചെയ്തതാണ്. അത് 1964 ഈ ഒരു കാണുന്ന അല്ലെങ്കിൽ ഇന്ന് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഒരു ക്യാമ്പസ് ആണ്. ആ ഒരു ഫോമിലേക്കൊക്കെ എത്തുന്നത് 1964 അതിനുശേഷം വേറെ ഗോവ, ഹൈദരാബാദ്, ദുബായ്, മുംബൈ ഇങ്ങനെയുള്ള 4 സ്ഥലങ്ങളിലും കൂടെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിന് ക്യാമ്പസുകളുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ 3 സ്ഥാപനങ്ങളിലേക്കുള്ള ഫസ്റ്റ് ഡിഗ്രി പ്രോഗ്രാംസിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അവർ നടത്തുന്ന എക്സാം ആണ് ബിറ്റ്സാറ്റ്. ഓക്കെ, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് അഡ്മിഷൻ ടെസ്റ്റ് ആണ് 2024. നൗ ഇതിൽ 5 ക്യാമ്പസുകൾ പറഞ്ഞതിൽ 3 ക്യാമ്പസുകളിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത്. അതിൽ പിലാനി ക്യാമ്പസ്, രാജസ്ഥാനിലെ മെയിൻ ക്യാമ്പസ്, പിന്നെ ഗോവ ക്യാമ്പസ്, കെ ബിർള ഗോവ ക്യാമ്പസ് ആൻഡ് ഹൈദരാബാദ് ക്യാമ്പസ്. ഈ 3 ക്യാമ്പസിലേക്കാണ്. ദുബൈയിലും മുംബൈയിലും കൂടെ, ദുബായ് എന്ന് വെച്ചാൽ പുറത്ത്, ആക്ച്വലി ഇന്ത്യക്ക് പുറത്തും ഇവർക്ക് ക്യാമ്പസ് ഉണ്ട്. ദുബൈയിലും മുംബൈയിലും കൂടെ 2 ക്യാമ്പസും കൂടെ ഉണ്ട്. അവിടേക്കുള്ള അഡ്മിഷൻസിനല്ല, ഈ 3 ക്യാമ്പസിലേക്കുള്ള അഡ്മിഷൻസിനാണ് ബിറ്റ്സാറ്റ് 2024 നടക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു പോവാം. Integrated first degree programs to which admissions will be made on the basis of BITSAT 2024. Pilani ക്യാമ്പസിൽ ഇത്രയും ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ്, കെമിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ, മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, മെക്കാനിക്കൽ ആൻഡ് മാനുഫാക്ചറിംഗ്. ഞാൻ വേറൊരു കാര്യം കൂടെ ആദ്യം കൂട്ടിച്ചേർക്കുകയാണ്. പ്രൈവറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്, ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. IITസിന്റെ അതേ ലെവലിലൊക്കെ നിൽക്കുന്ന അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള, അത്രയും പ്രീമിയർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്. അത് നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. നൗ BPharm കോഴ്സുകളുണ്ട്, MSc പോലത്തെ കോഴ്സുകളുണ്ട്. ബിറ്റ്സിന്റെ ഗോവ ക്യാമ്പസിൽ ഇതുപോലെ ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ്, BE എന്ന് പറയുന്നത് ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് അഥവാ ബിടെക്കിന് ഇക്വലന്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ബിടെക് തന്നെയാണെന്ന് വേണം പറയാം, പേര് മാത്രമാണ് ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ്. ഹൈദരാബാദ് ക്യാമ്പസിലും ഇതുപോലുള്ള കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതിലേക്കുള്ള അഡ്മിഷനാണ് ബിറ്റ്സാറ്റ് 2024. നെക്സ്റ്റ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? എലിജിബിലിറ്റി +2 ഇക്വലന്റ് എക്സാം ക്വാളിഫൈ ചെയ്ത ആർക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. അതിൽ ചെറിയൊരു കണ്ടീഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 75 മാർക്സിന്റെ കാര്യം പറയുന്നുണ്ട്, എത്ര വേണം മാർക്ക് എന്നുള്ളത്. പിന്നെ only students who are appearing for 12th examination in 2024 and who have passed the 12th examination in 2023 are eligible to appear in the BITSAT. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ +2ന്റെ കൂടെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം +2, അതിനു മുന്നേ +2 കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റില്ല. 2 ചാൻസേ ഉള്ളൂ. ഓക്കെ, അത് IIT അഡ്വാൻസിന്റെ, JEE അഡ്വാൻസിന്റെ അതേപോലത്തെ ഒരു ക്രൈറ്റീരിയ ആണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മാർക്സിന്റെ ക്രൈറ്റീരിയ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാവുന്നതാണ്. വേറൊന്ന് സബ്ജക്റ്റിന്റെ ക്രൈറ്റീരിയ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ് BPharm അല്ലാത്ത എല്ലാ കോഴ്സുകളിലേക്കും. കൂടാതെ ഇംഗ്ലീഷിന്റെ കാര്യം പ്രത്യേകം പറയുന്നുണ്ട്, കാരണം എക്സാമിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇംഗ്ലീഷുമായി ബന്ധപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ ഫാർമസി ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അതുകൂടാതെ മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് വേണം. മാത്തമാറ്റിക്സ് ആൻഡ് ഹൗവർ കാൻഡിഡേറ്റ്സ് വിത്ത് PCM may also apply for the pharmacy program. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ബയോളജി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ ബയോളജി വേണം എന്നാണ് പറയുന്നത്. നൗ മൂവിങ് ഓൺ, എക്സാമിന്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് എക്സാമിനുണ്ട് ആൻഡ് ലോജിക്കൽ റീസണിങ്, അങ്ങനെ ഒരു പാർട്ടും കൂടെ ഉണ്ട്. ഇനി പാർട്ട് 4 BPharm ആണെങ്കിൽ ബയോളജി ആണ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആണ്. അതിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി 30 ക്വസ്റ്റ്യൻസ് ഈച്ച്, ഇംഗ്ലീഷ് പ്രൊഫഷൻസിയിൽ 10, ലോജിക്കൽ റീസണിങ് 20 ക്വസ്റ്റ്യൻസ്, മാത്തമാറ്റിക്സ് ഓർ ബയോളജിയിൽ 40 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 130 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. മറ്റൊരു കാര്യം പറയുന്നത്, സിലബസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ 130 ക്വസ്റ്റ്യൻസ് 3 hours ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തൊരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 12 more എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്. ആ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് അവർ എക്സാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അഥവാ ഈ പറയുന്ന പീക്ക് അല്ലെങ്കിൽ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അവർ 130 ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യും നേരത്തെ തന്നെ. അങ്ങനെയാണെങ്കിൽ അവർക്ക് അതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ എക്സാമിൽ ഉണ്ട്. ബ്രോഷറിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. സിലബസ് 11th 12th NCERT സിലബസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ഉണ്ടാവും, JEE കട്ട് ചെയ്ത പോലെ സിലബസ് കട്ട് ചെയ്തിട്ടുണ്ടോ, ഡെലീറ്റഡ് പോർഷൻസ് എന്ന് നമ്മൾ പറയുന്ന ഭാഗങ്ങളുണ്ടോ, അതിന്റെ സിലബസ് ചെക്ക് ചെയ്തിരുന്നു. നമ്മൾ ഡെലീറ്റഡ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്. അഥവാ JEE അഡ്വാൻസ് എന്താണോ ചെയ്തിട്ടുള്ളത് അതേപോലെ കീപ്പ് ചെയ്യുകയാണ് ബിറ്റ്സാറ്റിന്റെ എക്സാമിനും ചെയ്തിട്ടുള്ളത്. ഡെലീറ്റഡ് പോർഷൻസ് ആയ കെമിസ്ട്രിയിലുള്ള, ഇനോർഗാനിക് കെമിസ്ട്രിയിലുള്ള പോർഷൻസും അതുപോലെ ഫിസിക്സിലൊക്കെ ഉള്ള സാധാരണ എന്താണോ 11th 12th NCERT സിലബസ്, അതിൽ നിന്നൊരു പോർഷൻസും ഒഴിവാക്കിയിട്ടല്ല വന്നിട്ടുള്ളത് സിലബസ്. ഓക്കെ, സെന്ററുകൾ നമുക്ക് അടുത്തുള്ള സെന്ററുകളാണ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ കേരളത്തിൽ കൊച്ചിൻ, ട്രിവാൻഡ്രം മാത്രമേ ഉള്ളൂ. എന്നാൽ ട്രിവാൻഡ്രത്തെക്കാളും നമുക്ക് അടുത്തായിരിക്കാം കോയമ്പത്തൂർ, ബാംഗ്ലൂർ, മംഗലാപുരം, മാംഗ്ലൂരൊക്കെ എക്സാം സെന്ററുകളുണ്ട്. അടുത്തുള്ള എക്സാം സെന്ററുകൾ നോട്ട് ചെയ്തെന്ന് മാത്രം. ഇനി അതിന്റെ ഡേറ്റുകൾ
14th ജനുവരി മുതൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങാം. ഓൾറെഡി അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ബാക്കി ഡെഡ് ലൈൻസ് ഒക്കെ നോക്കുക. 2 സെഷൻ ആയിട്ടാണ് എക്സാം, JEE മെയിൻസ് ഒക്കെ നടക്കുന്ന പോലെ തന്നെ. ബട്ട് ഈ 2 സെഷൻസും അടുത്തടുത്ത സമയത്താണ്. അതായത് ഫസ്റ്റ് സെഷൻ നടക്കുന്നത് 21 to 26th മെയ് ആണ്. അതുപോലെ സെക്കൻഡ് സെഷൻ 2 നടക്കുന്നത് ജൂണിലുമാണ്. ഈ കാണുന്ന 2 എണ്ണത്തിൽ ഏതാണോ ബെസ്റ്റ് സ്കോർ അതാണ് ചൂസ് ചെയ്യുക. JEE മെയിൻ ചെയ്യുന്ന അതേപോലെ തന്നെ ബാക്കി ഒരുപാട് നമുക്ക് എക്സാം സെന്ററും ഈവൻ ടെസ്റ്റ് ഏത് ഡേറ്റിൽ വേണം, ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ് സെഷൻസിനുള്ളത്, ഏത് ഡേറ്റിൽ എക്സാം വേണം എന്നുള്ളതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ പോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് സ്ഥാപനമാണെന്ന് പറഞ്ഞതോടെ തന്നെ ഫീസ് ഉണ്ടാകും, നല്ല ഫീസ് ഉണ്ടാകും. പക്ഷേ IITസിലും ആക്ച്വലി എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം, IITസിലും അത്യാവശ്യം ഫീസൊക്കെ ഉണ്ട്. സെമസ്റ്ററിന് 1 lakhന് അബവ് ഫീസ് വരുന്നുണ്ട് കറന്റ് നാ. എന്നാൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു സ്ഥാപനത്തിൽ പഠിക്കുകയാണെങ്കിൽ ആ ഫീസ് ആക്ച്വലി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കൊരു എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മേ ബി പല ആളുകൾക്കും സ്വന്തമായിട്ട് അടക്കാൻ പറ്റും. ഇനി അടക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ വലിയ ഫീസാണെന്ന് വിചാരിച്ച് പോകാതിരിക്കേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് ഇങ്ങനൊരു ക്യാമ്പസിൽ സെലക്ഷൻ കിട്ടി, നിങ്ങൾ അവിടുന്ന് പഠിച്ചിറങ്ങുന്ന സമയത്തുള്ള പ്ലേസ്മെന്റിൽ വിത്തിൻ 1 year നിങ്ങൾക്ക് ഈ പറയുന്ന ലോണുകളൊക്കെ റീപേ ചെയ്യാവുന്ന ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. സോ അതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. കൂടാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മെറിറ്റ് മാത്രം നോക്കിയിട്ടുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ മെറിറ്റ് കം നീഡ് സ്കോളർഷിപ്പ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ CGPA ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യണം, ഇല്ലെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻകത്തിന്റെ കണക്കും കൂടെ നോക്കിയിട്ട് സ്കോളർഷിപ്പുകളുണ്ട്. അതിന്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ടോപ്പിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു എമൗണ്ട് തന്നെ എന്തായിരിക്കും ഫീ റിഡക്ഷൻ ഉണ്ടാകും. മൂവിങ് ഓൺ. ഫൈനലി എക്സാം അപ്ലൈ ചെയ്യാനുള്ള ഫീ എത്രയാണ്? അത് ഒരു സെഷൻ മാത്രമാണ് എന്നുണ്ടെങ്കിൽ ഫോർ മെയിൽ സ്റ്റുഡൻറ്, മെയിൽ കാൻഡിഡേറ്റ്സ് 3,400, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇറ്റ്സ് 2,900. ഇനി 2 സെഷനും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 സെഷനും ആദ്യമേ അപ്ലൈ ചെയ്യാം. ആ ഫസ്റ്റ് സെഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ ആദ്യം ഒന്ന് മാത്രം അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു, പിന്നെ നിങ്ങൾക്ക് വീണ്ടും അതിലൂടെ തന്നെ ലോഗിൻ ചെയ്ത് വീണ്ടും അപ്ലൈ ചെയ്യാം. അപ്പോഴും ഫീസ് എക്സ്ട്രാ, അപ്പോൾ 3,400 കൂടെ 2,000 കൂടെ എക്സ്ട്രാ കൊടുത്താൽ മതി രണ്ടാമത്തെ സെഷന് പിന്നീടാണ് ചെയ്യുന്നതെങ്കിലും. എന്നാൽ ഫസ്റ്റ് സെഷൻ ചെയ്യാതെ സെക്കൻഡ് സെഷൻ മാത്രം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 3,400. സോ 1 സെഷൻ 3,400, 2 സെഷൻസ് 5,400. ഫീമെയിൽ ആണെങ്കിൽ ഈ കാണുന്ന 4,400 ആണ് 2 സെഷനും കൂടെ ടോട്ടൽ എമൗണ്ട് വരിക. പേയ്മെന്റ് മോഡൊക്കെ ഓൺലൈൻ ആണ്. പിന്നെ ബാക്കി കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ, ഇറ്റ്സ് യൂഷ്വൽ സ്റ്റഫ്. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ. സൈറ്റിന്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്, bitsadmission.com. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നവരൊക്കെ മാക്സിമം അപ്ലൈ ചെയ്യുക. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്. മറ്റൊരു കാര്യം കൂടെ അതിലേക്ക് കൂട്ടിച്ചേർക്കാം. അവിടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിൽ നമുക്ക് എഞ്ചിനീയറിംഗിൻ്റെ കൂടെ എക്കണോമിക്സോ അല്ലെങ്കിൽ ജനറൽ സയൻസ് പോലുള്ള കോഴ്സുകളോ MSc പോലുള്ള സയൻസ് സബ്ജക്റ്റുകളോ ഒക്കെ എടുക്കാനുള്ള ചോയ്സസ് ഉണ്ട്. സോ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റി ആകുമ്പോഴുള്ള കാര്യം അതാണ്. എന്താണോ കറൻ്റ്ലി വേണ്ടത് അത് വളരെ പെട്ടെന്ന് ക്യാമ്പസുകളിൽ അപ്ഡേറ്റുകൾ വരും. വളരെ കോമൺ ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അവിടെ സിലബസും മറ്റു കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് വരുമ്പോഴേക്ക് കാലതാമസം എടുക്കും. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എഞ്ചിനീയറിംഗിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, എഞ്ചിനീയറിംഗിന് പോകാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിർബന്ധമായും അപ്ലൈ ചെയ്യേണ്ടതാണ് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സാം BITSAT 2024. ദാറ്റ്സ് ഓൾ. താങ്ക് യു.